SIR-നെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ SIR നീട്ടിവെക്കണമെന്ന് ആവശ്യം. കോൺഗ്രസും കോടതിയിൽ. നടക്കുന്നത് സമാന്തര പൗരത്വ പരിശോധനയെന്ന് ഹർജി. SIR സമയക്രമം മാറ്റില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 4-ന് ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. BLOമാർക്ക് പുതിയ ടാർജറ്റുമായി മലപ്പുറം ജില്ലാ കളക്ടർ. നവംബർ 20-നകം എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. കോഴിക്കോട് UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ CPM ഗൂഢാലോചനയെന്ന കോൺഗ്രസ് വാദം പൊളിയുന്നു. വിനുവിന് 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടില്ല. വോട്ട് ചെയ്തുവെന്ന് വിനു. ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി VM വിനു. കോർപ്പറേഷനിലെ മറ്റൊരു സ്ഥാനാർത്ഥി ബിന്ദു കമ്മനക്കണ്ടിക്കും വോട്ടില്ല. തിരുവനന്തപുരം മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയ നടപടിയിൽ കളക്ടറുടെ ഹിയറിംഗ് ഉച്ചയ്ക്ക് 3 മണിക്ക്. ഇടുക്കിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിന് എതിരെ ഒരു വിഭാഗം രംഗത്ത്. ചെങ്കോട്ട ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് അൽ-ഫലാഹ് സർവകലാശാല നടത്തിപ്പിൽ സംശയങ്ങൾ ഉന്നയിച്ച് അന്വേഷണ ഏജൻസി. സർവകലാശാലയുടെ സാമ്പത്തിക സ്രോതസ്സായ 9 ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉപയോഗശൂന്യമായ ഒറ്റ മേൽവിലാസത്തിൽ. ഡയറക്ടർമാരുടെ ഒപ്പുകളിലും KYC രേഖകളിലും ക്രമക്കേടെന്ന സൂചന. ആക്രമണത്തെ ന്യായീകരിച്ച് മുഖ്യ സൂത്രധാരകളിലൊരാളായ ഉമർ നബിയുടെ വീഡിയോ. ഡൽഹിയിൽ സ്കൂളുകൾക്കും കോടതികൾക്കും ബോംബ് ഭീഷണി. മാവോയിസ്റ്റ് കമാൻഡർ മദ്വി ഹിദ്മയെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തി സുരക്ഷാസേന. കൊല്ലപ്പെട്ടത് ദന്തേവാഡ ആക്രമണം ഉൾപ്പെടെ രാജ്യത്തെ നടുക്കിയ 26ഓളം ആക്രമണങ്ങളുടെ സൂത്രധാരൻ. സർക്കാർ തലയ്ക്ക് വിലയിട്ടത് 1 കോടി രൂപ. ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്ത് നിന്ന് 6 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണാതീതം. തീർത്ഥാടകർ കാത്തുനിൽക്കുന്നത് 17 മണിക്കൂറിലേറെ. തിരക്ക് നിയന്ത്രിക്കാൻ അടിയന്തര നടപടിയെന്ന് ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ. ക്യൂ കോംപ്ലക്സിൽ ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കുന്നത് പരിഗണിക്കും. സന്നിധാനത്ത് സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായി. വിയൂർ ജയിലിൽ പ്രതികളെ ഉദ്യോഗസ്ഥ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ പ്രതികൾ ചികിത്സയിൽ. പ്രതിഷേധിച്ച് ജയിലിനുള്ളിൽ നിരാഹാരവുമായി മാവോ കേസിലെ പ്രതികൾ. ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ട് ജയിലിന് പുറത്ത് മനുഷ്യാവകാശ പ്രവർത്തകരുടെ പ്രതിഷേധവും. ഉച്ചവാർത്തയിലേക്ക് വിശദമായി. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ. ചീഫ് സെക്രട്ടറിയാണ് സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം. ഇതേ ആവശ്യം ഉന്നയിച്ച് മുസ്ലിം ലീഗ് നിലവിൽ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നതെന്നും കോടതിയെ സമീപിക്കാനും നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി A. ജയതിലകാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ SIR നടപടികൾ നീട്ടിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ മുന്നോട്ടു പോകുന്നതിനാൽ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പ്രതിനിധികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിൽ SIR ഉണ്ടാക്കുന്നതെന്നാണ് സർക്കാർ നിലപാട്. BLOമാരുടെ ജോലിഭാരം സംബന്ധിച്ച് ഉയർന്ന വിമർശനങ്ങളും സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. SIR-നെതിരെ കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് കേരളത്തിൽ SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടത്തരുതെന്നാണ് ആവശ്യം. വിവിധ സംസ്ഥാനങ്ങളിലെ SIR-മായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കാവുന്നതാണെന്നും ഒന്നിച്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി ബീഹാറിന്റെ വിഷയത്തിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. SIR-മായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ നിലവിൽ കോടതിക്ക് മുന്നിലുണ്ട്. സമാന ആവശ്യവുമായി മുസ്ലിം ലീഗ് ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി P. K. കുഞ്ഞാലിക്കുട്ടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. BLO അനീഷിന്റെ മരണം ഉൾപ്പെടെയുള്ളവ ലീഗ് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഡിസംബർ 4 വരെയാണ് കേരളത്തിൽ SIR-ന്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയപരിധിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. 2002-ലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് SIR നടപടികൾ മുന്നോട്ടു പോകുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ബിഎൽഒമാർക്ക് പുതിയ ടാർജറ്റുമായി മലപ്പുറം ജില്ലാ കളക്ടർ. നവംബർ 20-നകം എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. 26-ന് മുമ്പായി ഫോം സ്വീകരിച്ച് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണം. ഫോം വിതരണം ചെയ്ത് പൂരിപ്പിച്ചു വാങ്ങി എൻട്രി ചെയ്യുന്നതിന് ഡിസംബർ 4 വരെ സമയമുണ്ടായിരിക്കെയാണ് പുതുക്കിയ നിർദ്ദേശം. എന്നാൽ ബിഎൽഒമാരെ സഹായിക്കാനാണ് ഉത്തരവിറക്കിയതെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. വ്യക്തമായ മറ്റൊരു ഉത്തരവ് ഇന്നിറക്കുമെന്നും ബിഎൽഒമാരെ സഹായിക്കാനായി വില്ലേജ് തലത്തിൽ പ്രത്യേക ക്യാമ്പുകൾ തയ്യാറാക്കുമെന്നും കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ അപ്പീലിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കളക്ടറുടെ ഹിയറിംഗ് ഇന്ന് നടക്കും. വോട്ടർ പട്ടികയിൽ നിന്നും വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയതിലെ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് നടപടി. രേഖകൾ പരിശോധിച്ച് നാളെ ഉത്തരവിറക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിയറിംഗിനായി ഇന്ന് തന്നെ വൈഷ്ണയോടും പരാതിക്കാരനോടും ഹാജരാകാൻ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശം നൽകി. രേഖകൾ പരിശോധിച്ച് അനുകൂലമായ തീരുമാനം എടുത്തില്ലെങ്കിൽ സവിശേഷമായ അധികാരം ഉപയോഗിച്ച് ഇടപെടുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നിയമത്തിൽ വിശ്വാസമുണ്ട് എന്നും വ്യക്തമാക്കിയ വൈഷ്ണ വീണ്ടും പ്രചാരണ രംഗത്ത് സജീവമായി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥി VM ബിനുവിന് കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടില്ലാത്തതിന്റെ തെളിവുകൾ പുറത്തുവന്നു. അതേസമയം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തെന്ന് VM ബിനു വീണ്ടും ആവർത്തിച്ചു. VM ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വം തുലാസിലായതോടെ UDF സമാന്തര നീക്കം ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സൗത്തിലെ UDF സ്ഥാനാർത്ഥി കമ്മനക്കണ്ടി ബിന്ദുവിനും വോട്ടില്ല. UDF സ്ഥാനാർത്ഥി VM ബിനു 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തില്ലെന്ന തെളിവുകൾ പുറത്തുവന്നതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലായി. മലാപ്പറമ്പ് ഡിവിഷൻ പരിധിയിൽ കഴിഞ്ഞ തവണയും വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ലായിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തിരുന്നെന്ന് വിനു ആവർത്തിച്ചു. ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിലെ ബൂത്ത് നമ്പർ 4 മകനോ ഒന്ന് വോട്ടുണ്ടായിരുന്നു. മകനുണ്ടായിരുന്നു. മകനൊന്നും സ്ഥലത്തില്ല. രണ്ടുപേരും വോട്ട് ചെയ്ത ഭാര്യയും ഞാൻ. VM ബിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിൽ ഗൂഢാലോചനയുണ്ടെന്ന് DCC പ്രസിഡന്റ് ആരോപിച്ചു. ഇതിപ്പോ ബിന്ദുവിന്റെ വിനോട്ടും ഞങ്ങൾ സ്ഥാനാർത്ഥിയുണ്ടല്ലേ, ഇവിടെ ലംഘിക്കപ്പെട്ടത് മൗലിക അവകാശമാണ്. ബീഹാറിലും ഹരിയാനയിലും BJP നടത്തിയ വോട്ട് ചോറുകളുടെ ചോർ CPM നേതൃത്വത്തിൽ കോഴിക്കോട് നഗരസഭയിലും ജില്ലയിൽ നടന്നിരിക്കുന്നു. മെഡിക്കൽ കോളേജ് സൗത്തിലെ UDF സ്ഥാനാർത്ഥി കമ്മനക്കണ്ടി ബിന്ദുവിന്റെ പേരും അന്തിമ വോട്ടർ പട്ടികയിലില്ല. VM ബിനുവിന് വോട്ട് ഉറപ്പാക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണെന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഈ വോട്ടില്ല എന്ന് പറയാൻ നാട്ടിലുള്ളവരുടെ എല്ലാവർക്കും വോട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ബാധ്യത CPMൻ്റെതല്ല. തൻ്റെ വോട്ടർ പട്ടിക പരിശോധിച്ച് എനിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കൽ സാധാരണ ഒരു സാമാന്യ ഒരു പൊതുപ്രവർത്തകൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് സംബന്ധിച്ച് വിനുവും ബിന്ദുവും തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. VM വിനു ജില്ലാ വരണാധികാരിക്ക് ഇന്നലെ പരാതി നൽകിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. സീറ്റ് വിഭജനം തീരും മുമ്പ് ഇടുക്കിയിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അട്ടിമറിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങിയ നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. യുവാക്കൾക്ക് പരിഗണന നൽകാത്തതിലും പ്രതിഷേധം ശക്തമാണ്. ഇടുക്കി ജില്ലയിൽ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് UDFൽ പ്രതിസന്ധി അവസാനിച്ചിട്ടില്ല. ഇതിനിടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം പരസ്യമായി രംഗത്ത് വന്നത്. 3 തവണയിൽ കൂടുതൽ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി അട്ടിമറിക്കുന്നുവെന്നാണ് ആരോപണം. സംസ്ഥാന നേതൃത്വത്തിന്റെ സർക്കുലർ വന്ന പത്രവാർത്തയുടെ കട്ടിംഗ് ഫ്ലെക്സിലാക്കി മുസ്ലിം ലീഗ് ഓഫീസുകൾക്ക് മുൻപിൽ വെച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പുതിയതായി മത്സരിക്കാൻ വരുന്നവർക്കുമുള്ള ഇടം അത് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 1-2 വാർഡുകളിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ മുസ്ലിം ലീഗിന്റെ ജില്ലയിലെ ചില നേതാക്കന്മാർ വളരെ ആസൂത്രിതമായി ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. തൊടുപുഴ നഗരസഭ മുൻ അധ്യക്ഷന്മാരായ MA ഹരിത്, സഫിയ ജബ്ബാർ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് തർക്കം. ഇവർ തന്നെ വീണ്ടും തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ വിമത സ്ഥാനാർത്ഥികളായി മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ രംഗത്തുണ്ടാവുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. എന്നാൽ പാർലമെന്ററി സമിതി യോഗം ചേർന്ന ശേഷം മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുള്ളൂവെന്നും നിലവിലെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ഇടുക്കി. ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഹമാസ് മോഡൽ ആക്രമണം. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടന പരമ്പരയായിരുന്നു ലക്ഷ്യമിട്ടത്.
അതേസമയം കേസിലെ പ്രധാന പ്രതിയായ അമീർ റാഷിദ് അലിയെ വിവിധയിടങ്ങളിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. കൂടുതൽ ആളുകളുടെ പങ്കറിയാൻ അമീറിനെ വിശദമായി ചോദ്യം ചെയ്യും. അതിനിടെ തുർക്കിക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ ഭീകരവാദികളായ ഡോക്ടർമാർ എത്തിയിരുന്നുവെന്നാണ് വിലയിരുത്തുന്നത്. ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ചാവേറായി മാറിയ ഡോക്ടർ ഉമർ നബിക്ക് ആവശ്യമായ മുഴുവൻ സഹായവും ചെയ്തു കൊടുത്തത് അനന്തനാഗ് സ്വദേശിയായ അമീർ റാഷിദ് അലിയാണ്. നിർദ്ദേശങ്ങൾ നൽകിയതും സ്ഫോടനത്തിൽ ഉപയോഗിച്ച i20 കാർ വാങ്ങിയതും റാഷിദ് അലിയാണ്. മാത്രമല്ല ഏതു തരത്തിലായിരിക്കണം സ്ഫോടനമെന്നും നിർദ്ദേശം നൽകി. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ റാഷിദ് അലിക്ക് നിർണായക പങ്കുണ്ട്. റാഷിദ് അലിയുടെ നേതൃത്വത്തിൽ ഹമാസ് രീതിയിലുള്ള ആക്രമണമാണ് രാജ്യതലസ്ഥാനത്ത് ഭീകരവാദികൾ ലക്ഷ്യമിട്ടത്. ചെറു ഡ്രോണുകളിൽ ക്യാമറയും സ്ഫോടക വസ്തുക്കളും ഘടിപ്പിച്ച് തന്ത്രപ്രധാന മേഖലകളിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. ചെറിയ റോക്കറ്റുകളും ഇതിനായി നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടന്നു. എന്നാൽ ഫരീദാബാദിൽ നിന്ന് ഡോക്ടർമാർ അറസ്റ്റിലായതോടെയാണ് പദ്ധതി പൂർണ്ണതോതിൽ നടപ്പാക്കാതെ വന്നത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത് ജമ്മുകശ്മീർ തീവ്രവാദ വിരുദ്ധ സേന നടത്തിയ നിർണായക നീക്കമാണ് വലിയ അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത്. ഒരേ സമയം പലയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ചാവേർ സംഘത്തിന്റെ പദ്ധതി. ജമ്മുകശ്മീരിലും മറ്റു സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് റാഷിദ് അലിയെ വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഡൽഹിക്ക് പുറമെ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നോ എന്ന വിവരവും തേടുന്നുണ്ട്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുകൂടി ഭീകരർ പിടിയിലായതാണ് ഇത്തരമൊരു നീക്കം ദേശീയ അന്വേഷണ ഏജൻസിയും ബന്ധപ്പെട്ട വിഭാഗങ്ങളും സംശയിക്കുന്നത്. റാഷിദ് അലിയെ ഷഹീൻ സെയ്ദ്, ആദിൽ അഹമ്മദ് എന്നിവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. പ്രതികളായ ഡോക്ടർമാർ തുർക്കി സന്ദർശിച്ചു എന്നുള്ളത് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറമെ കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അക്കാര്യങ്ങൾ സംബന്ധിച്ചും കൂടുതൽ പരിശോധന അന്വേഷണ ഏജൻസികൾ നടത്തും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അൽഫലാസ് നടത്തിപ്പിൽ നിരവധി സംശയങ്ങളുമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും ട്രസ്റ്റികളുടെ വീടുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ഒരേ മേൽവിലാസത്തിൽ 9 ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്താണ് സർവകലാശാലയുടെ പ്രവർത്തനമെന്ന് ഏജൻസികൾ കണ്ടെത്തി. ഡയറക്ടർമാരുടെ ഒപ്പുകളിലും KYC രേഖകളിലും ക്രമക്കേടെന്നാണ് സൂചന. അതിനിടെ ചാവേറായി മരിക്കുന്നത് രക്തസാക്ഷിത്വത്തിന് തുല്യമെന്ന് പറയുന്ന ഡൽഹിയിൽ കൊല്ലപ്പെട്ട ചാവേർ ഉമർ നബിയുടെ വീഡിയോ പുറത്തുവന്നു. അൽഫല സർവകലാശാലയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർവകലാശാലയുടെ പ്രധാന കേന്ദ്രത്തിലും മറ്റ് സ്ഥാപനങ്ങളിലും ട്രസ്റ്റികളുടെ വീടുകളിലും പരിശോധന നടത്തിയത്. പുലർച്ചെ 5 മണി മുതൽ 25 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. ഗുരുതരമായ ക്രമക്കേടുകൾ സർവകലാശാലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. സർവകലാശാലയുടെ സാമ്പത്തിക സ്രോതസ് 9 ഷെൽ കമ്പനികളാണ്. ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒറ്റ മേൽവിലാസത്തിലാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. സർവകലാശാല ഓഫീസുകളുടെ വിലാസത്തിൽ പറയുന്ന സ്ഥലങ്ങളിൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ആളുകളുടെ സാന്നിധ്യമോ ഇല്ലെന്നാണ് ED നൽകുന്ന സൂചന. ഒരേ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സുമാണ് പല കമ്പനികൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നുണ്ടെങ്കിലും HR രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഭൂരിഭാഗം സ്ഥാപനങ്ങളും PF ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമല്ല. അതിനിടെ ചെങ്കോട്ടയിൽ ചാവേറായി മാറിയ ഡോക്ടർ ഒമർ നബിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടനത്തിന് മുമ്പ് ചിത്രീകരിച്ച വീഡിയോയിൽ ചാവേർ ആക്രമണത്തെക്കുറിച്ച് ലോകത്തുള്ളത് തെറ്റായ ചിന്താഗതിയാണെന്ന് ഒമർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാവേറായി മരിക്കുന്നത് രക്തസാക്ഷിത്വത്തിന് തുല്യമെന്ന് ആക്രമണത്തിനു മുമ്പ് ഉമർ ന്യായീകരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തിനപ്പുറത്തേക്ക് മാനസികമായി ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തെ ക്രൂരകൃത്യത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നീക്കം ഭീകര സംഘടനകൾ നടത്തിയെന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിൽ ബോംബ് ഭീഷണി. 3 കോടതികൾക്കും സ്കൂളുകൾക്കും നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. കോടതി മുറികൾ ഒഴിപ്പിച്ചു. സാകേത് കോടതിയിലെ നടപടികൾ 2 മണിക്കൂർ നിർത്തിവെച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ പേരിലാണ് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി KK പ്രശാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, ഡൽഹിയിൽ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? മയ, അതീവ ജാഗ്രതയാണ് രാജ്യതലസ്ഥാനത്ത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അത്തരമൊരു ജാഗ്രത തുടരുന്നത്. അതിനു മുൻപേ തന്നെ ചില ഭീഷണികൾ നിലനിന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കോടതികൾ അതുപോലെ തന്നെ സ്കൂളുകളെല്ലാം തന്നെ ജാഗ്രത തുടരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ഇന്ന് രാവിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പേരിലാണ് ഭീഷണി സന്ദേശം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനമായി നിലനിൽക്കുന്നത്. അതിൽ കൂടുതൽ വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് കാര്യങ്ങൾ എന്ന് സംബന്ധിച്ച അന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ
ഭീഷണി സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതികൾ 3 കോടതികളാണ്. അത് ഒന്ന് തീൻ ഹസാര കോടതി, അതുപോലെ തന്നെ സാകേതിലെ കോടതി, മറ്റൊന്ന് പട്യാല ഹൗസ് കോടതി. അതോടൊപ്പം തന്നെ CRPFന്റെ സ്കൂളിലും ഭീഷണിയുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ നിന്നെല്ലാം തന്നെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കോടതികൾ ചില കോടതികൾ സാകേത് കോടതിയിലെ നടപടികൾ 2 മണിക്കൂറത്തോളം നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ പട്യാല ഹൗസ് കോടതിയിലെ നടപടികൾ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. അതീവ സുരക്ഷ ഇപ്പോൾ ഒരുക്കുന്നുണ്ട്. ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം ഇപ്പോൾ കോടതിയുടെ പൂർണ്ണ സുരക്ഷ ഏറ്റെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പിടിയിലായിട്ടുള്ള 2 പ്രധാനപ്പെട്ട ആളുകളെ നേരത്തെ റാഷിദ് അലിയെ ഹാജരാക്കി കസ്റ്റഡിയിലേക്ക് എടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അടുത്ത പ്രതിയെയും കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി കോടതിയിലേക്ക് ഹാജരാക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതായത് ഈ പട്യാല ഹൗസ് കോടതിയാണ് NIA കോടതിയായി കൂടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഭീഷണിയെ കുറെ കൂടി ഗൗരവത്തോടെ അന്വേഷണ ഏജൻസികൾ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രസേനയുടെ ഉൾപ്പെടെ ഒരു സാന്നിധ്യം ഇപ്പോൾ കോടതിക്കും പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഏതായാലും രാജ്യ തലസ്ഥാനത്ത് അതീവ ജാഗ്രത ഈ ഘട്ടത്തിൽ തുടരുകയാണ്. ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് നൽകുകയും ചെയ്തതുമായ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തിന് ഭീഷണിയായ മാവോയിസ്റ്റ് നേതാവ് മദ്വി ഹിത്മയെ കൊലപ്പെടുത്തി സുരക്ഷാസേന. ദന്തേവാഡ ആക്രമണം ഉൾപ്പെടെ 26ഓളം സായുധ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ കമാൻഡർ മദ്വി ഹിത്മയെ ആണ് മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ സുരക്ഷാസേന വധിച്ചത്. ഇയാളുടെ ഭാര്യ ഉൾപ്പെടെ മറ്റ് 5 പേരെയും സുരക്ഷാസേന വധിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന നടത്തിയ നിർണായക നീക്കത്തിലൂടെയാണ് മാവോയിസ്റ്റ് കമാൻഡർ മദ്വി ഹിത്മ ഉൾപ്പെടെ 6 പേരെ കൊലപ്പെടുത്തിയത്. ഹിത്മയുടെ ഭാര്യയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 1 മാസമായി സുരക്ഷാസേന ഒഡീഷ, ആന്ധ്രാപ്രദേശ് അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനൊടുവിലാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 6 അംഗ സംഘത്തെ കൊലപ്പെടുത്തിയത്. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി ജില്ലയിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ. ആയുധങ്ങളും 50 ലക്ഷം രൂപയും ഇവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 26ഓളം സായുധാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ മാവോയിസ്റ്റ് ഭീകരവാദിയാണ് ഹിത്മ. 2010-ൽ 76 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ ദന്തേവാഡ ആക്രമണം, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ട 2013-ലെ ഛത്തീസ്ഗഡ് ജിറാഗട്ടി ആക്രമണം, 22 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട 2021-ലെ സുക്മ ബിജാപൂർ ആക്രമണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ഹിത്മയാണ്. 1981-ൽ മധ്യപ്രദേശിലാണ് ഹിത്മ ജനിച്ചത്. പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയുടെ നേതൃത്വത്തിൽ നിന്ന് ആരംഭിച്ച മാവോയിസ്റ്റ് പ്രവർത്തനം പിന്നീട് വ്യാപിപ്പിക്കുകയായിരുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർണായക ഇടപെടലിനെ തുടർന്ന് നിരവധി മാവോയിസ്റ്റുകളാണ് ആയുധം വെച്ച് കീഴടങ്ങുന്നത്. ഇതിനിടയിൽ കമാൻഡറെ കൂടി വധിക്കാൻ കഴിഞ്ഞത് സുരക്ഷാസേനയ്ക്ക് വലിയ നേട്ടമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാരെ ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തടവുകാരുടെ നിരാഹാര സമരം. തടവിൽ കഴിയുന്ന സന്തോഷ്, വിവേക് എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇരുവരുടെയും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആശുപത്രിയിലും തടവുകാർ സമരം തുടർന്നു. സംഭവത്തിൽ ജയിലിനു മുന്നിൽ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധിച്ചു. കഴിഞ്ഞ 13-ന് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറും തടവുകാരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അസഭ്യം പറഞ്ഞത് തടവുകാർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ജയിൽ വാർഡനായ അഭിനവ്, ജോയിന്റ് സൂപ്രണ്ട് ശ്രീജിത്ത്, ഡെപ്യൂട്ടി സൂപ്രണ്ട് കിരൺ എന്നിവരുടെ നേതൃത്വത്തിൽ തടവുകാരനെ സംഘം ചേർന്ന് 4 മണിക്കൂറോളം മർദ്ദിക്കുകയായിരുന്നു. കാപ്പ കേസിൽ തടവുകാരനായ അസറുദ്ദീൻ, മാവോയിസ്റ്റ് കേസിൽപ്പെട്ട മനോജ് എന്നീ തടവുകാരെ മണിക്കൂറുകളോളം സംഘം ചേർന്ന് മർദ്ദിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ അസറുദ്ദീനെ കണ്ണൂരിലേക്കും മനോജിനെ പൂജപ്പുരയിലേക്കും മാറ്റി. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടന DGPക്കും NIA കോടതിക്കും പരാതി നൽകിയതിനെ തുടർന്ന് വിയൂർ പൂജപ്പുര ജയിൽ സൂപ്രണ്ടുമാരോട് ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാൻ NIA കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതോടൊപ്പം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ചികിത്സയിൽ കഴിയുന്ന തടവുകാരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനും NIA കോടതി ഉത്തരവിട്ടിരുന്നു. കോടതി ഉത്തരവ് പ്രകാരം ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് കൺവീനർ അനൂപ് ജോർജ് മാത്യു തിരുവനന്തപുരത്തെത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മനോജിനെ കണ്ടതിനെ തുടർന്നാണ് മർദ്ദന വിവരങ്ങൾ പുറത്തറിയുന്നത്. ആ സമയം മനോജിന്റെ കണ്ണിനും പുറത്തുമാണ് ഗുരുതരമായ പരിക്കേറ്റിരുന്നത്. സംഭവത്തിൽ തടവുകാർക്ക് ആവശ്യമായ ചികിത്സ ഏർപ്പെടുത്താത്ത ജയിൽ അധികൃതർ കോടതി ആവശ്യപ്പെട്ടിട്ടും ചികിത്സാരേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം പരിക്കുണ്ട്, കണ്ണിന് ഭീകരമായ പരിക്കുണ്ട്. അതിഭീകരമായ മർദ്ദനമാണ് ഈ 2 പേർക്കും ഏറ്റിട്ടുള്ളത്. അസറുദ്ദീനെ ആകട്ടെ പുറത്ത് ആശുപത്രിയിൽ പോലും കൊണ്ടുപോയിട്ടില്ല. അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയുമായാണ് ജയിൽ സൂപ്രണ്ടും ജയിലധികാരികളും മുന്നോട്ട് പോകുന്നത്. സമയം കഴിഞ്ഞിട്ടും ജയിലിൽ കയറാത്തത് ചോദ്യം ചെയ്തതിന് പ്രതികൾ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. തടവുകാർ കമ്പി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച റെജി എന്ന തടവുകാരന് പരിക്കേറ്റുവെന്നും പോലീസ് പറയുന്നു. അമൃത ന്യൂസ്, തൃശൂർ.
തിരുവനന്തപുരം തൈക്കാട് 18 വയസ്സുകാരനെ കുത്തിക്കൊന്ന കേസിൽ 2 പേരുടെ അറസ്റ്റ് ഉടനുണ്ടാവും. സന്ദീപ്, അഖിലേഷ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സന്ദീപ് കാപ്പ കേസ് പ്രതിയാണ്. കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് അലൻ കൊല്ലപ്പെട്ടത്. കേസുമായി ബന്ധപ്പെട്ട 2 പേരെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സന്ദീപ്, അഖിലേഷ് എന്നിവരെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. സന്ദീപ് കാപ്പ കേസ് പ്രതിയാണ്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിന് സമീപം നടുറോഡിലാണ് കൊലപാതകം നടന്നത്. രാജാജി നഗറിലെയും ജഗതി കോളനിയിലെയും കുട്ടികൾ തമ്മിലായിരുന്നു സംഘർഷം. ഇരുകൂട്ടരും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ തൈക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഒത്തുതീർപ്പ് ചർച്ച തീരുമാനിച്ചിരുന്നു. അതനുസരിച്ചാണ് രാജാജി നഗറിലെ സംഘത്തിനൊപ്പം അലനെത്തിയത്. സംസാരിക്കുന്നതിനിടെ തർക്കമുണ്ടായി. ഉന്തിനും തള്ളിനുമിടെ അലന്റെ നെഞ്ചിൽ കുത്തേറ്റു. ഹെൽമറ്റ് കൊണ്ട് അലന്റെ തലയിൽ ശക്തമായി ഇടിക്കുകയും ചെയ്തു. കൊലപാതകം ആസൂത്രിതമായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. അക്രമികൾ ആയുധം കയ്യിൽ കരുതിയിരുന്നു. സുഹൃത്തുക്കൾ ചേർന്ന് അലനെ ബൈക്കിലിരുത്തി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണാതീതം. 17 മണിക്കൂർ വരെ ക്യൂ നിന്നാണ് അയ്യപ്പ ഭക്തർ ദർശനം നടത്തുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി ഭക്തർ പരാതിപ്പെടുന്നു. 1 ലക്ഷത്തിലധികം ഭക്തരാണ് ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയത്. പമ്പയിൽ നിന്നും സന്നിധാനം വരെ വിവിധയിടങ്ങളിൽ നിയന്ത്രണ വിധേയമായാണ് അയ്യപ്പ ഭക്തരെ സന്നിധാനം വരെ കടത്തിവിടുന്നത്. പമ്പയിൽ ബ്ലോക്കുകളായി തിരിച്ച് ഭക്തരെ തടഞ്ഞു നിർത്തുകയാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. അപ്പാച്ചിമേട്, ശരംകുത്തി, മരക്കൂട്ടം എന്നിവിടങ്ങളിലാണ് ഭക്തർ ഏറെ വലയുന്നത്. മണ്ഡലകാലത്തിന് തുടക്കമായ ആദ്യ ദിനം 1 ലക്ഷത്തിലധികം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ശക്തമായ തിരക്കിൽ മല കയറുന്നതിനിടെ ഭക്ത കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സതി എന്ന മാളികപ്പുറമാണ് അപ്പാച്ചിമേട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മരിച്ചത്. പല കേന്ദ്രങ്ങളിലും സുരക്ഷയ്ക്ക് ആവശ്യമായ പോലീസുകാരില്ലെന്നും ഭക്തർ പറയുന്നു. അതേസമയം അടുത്ത മാസം 4-ാം തീയതി വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായതിനാൽ വൻ തിരക്ക് തുടരുക തന്നെ ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒരുക്കങ്ങളിലെ അപര്യാപ്തത കൊണ്ടാണ് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനാകാത്തതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മരക്കൂട്ടത്തെയും ശരംകുത്തിയിലെയും ക്യൂ കോംപ്ലക്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കണം. പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗിന് പമ്പയിലേത് കൂടാതെ നിലയ്ക്കലിൽ 7 കൗണ്ടറുകൾ കൂടി സ്ഥാപിക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. ജനപ്രവാഹമാണ്. ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ, ഇവർ ചന്ദ്രൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു. ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത്. അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നവർ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ 18-ാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഞാനത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, പതിവിന് വിപരീതമായി ശബരിമലയിൽ ഇന്ന് വലിയ തിരക്കാണല്ലോ അനുഭവപ്പെടുന്നത്. ഇത് എങ്ങനെ പരിഹരിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം? എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞത്? ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ദിനം തന്നെ 1 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ എത്തി. ഇന്നും അതേ രീതിയിൽ തന്നെ അയ്യപ്പ ഭക്തരുടെ വരവ് ക്രമാതീതമായി തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് നേരിട്ട് അയ്യപ്പ ഭക്തരെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് മുമ്പെങ്ങും താൻ ഇത്ര കണ്ട് തിരക്ക് ആദ്യ ദിനങ്ങളിൽ കണ്ടിട്ടില്ല. ഏറെ ഭയാനകമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികളാണ് അടിയന്തരമായി സ്വീകരിച്ചിട്ടുള്ളത്. പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കുന്നതിന് പ്രത്യേകമായി നടപടികൾ സ്വീകരിക്കാൻ സ്പെഷ്യൽ ഓഫീസർക്ക് പോലീസ് ചീഫ് സ്പെഷ്യൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ്. അത് കത്ത് മുഖാന്തരം തന്നെ അദ്ദേഹം നിർദ്ദേശം നൽകി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ എത്രയും വേഗം തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇന്ന് അയ്യപ്പ ഭക്തർ പോലും നമ്മളോട് പരാതിപ്പെട്ടിരിക്കുന്നത് 17 മണിക്കൂർ വരെ ക്യൂ നിന്നാണ്. ഇന്നലെ
വൈകിട്ട് ദർശനത്തിനായി ക്യൂവിൽ കയറിയവർ ഇന്ന് ഉച്ചയ്ക്കാണ് ദർശനം നടത്തിയിരിക്കുന്നതെന്ന് അവർ പറയുന്നു. അത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സ്പോട്ട് ബുക്കിംഗ് അടക്കം ആവശ്യമെങ്കിൽ നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. ആവശ്യമായ കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളടക്കം 7ഓളം കേന്ദ്രങ്ങൾ നിലയ്ക്കലിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പമ്പയിലെ തുടരുന്നത് കൂടാതെ 7 കേന്ദ്രങ്ങൾ കൂടി നിലയ്ക്കലിൽ തുടങ്ങും. അത്തരത്തിൽ ഭക്തരെ നിലയ്ക്കലിൽ നിയന്ത്രിച്ച് ആവശ്യമായ നിയന്ത്രണത്തോടു കൂടി മാത്രം പമ്പയിൽ എത്തിച്ച് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. നേരത്തെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി ജയശ്രീയുടെ അറസ്റ്റ് ഇന്ന് വരെ തടഞ്ഞിരുന്നു. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. ദ്വാരപാലക പാളി കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നുമാണ് ജയശ്രീയുടെ വിശദീകരണം. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീയായിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അതിനുശേഷം 2020 മെയ്യിൽ വിരമിക്കുന്നതുവരെ തിരുവാഭരണം കമ്മീഷണറായും പ്രവർത്തിച്ചിരുന്നു. ISL അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിളിച്ച നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. മത്സരത്തിലെ അനിശ്ചിതത്വം ഒഴിവാക്കാൻ നിർദ്ദേശങ്ങൾ തേടി കഴിഞ്ഞ ദിവസം മാരത്തൺ യോഗങ്ങൾ ചേർന്നിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ISL ക്ലബ്ബ് ക്യാപ്റ്റന്മാർ, CEOമാർ, I-ലീഗ് ക്ലബ്ബുകൾ എന്നിവരെ ഉൾപ്പെടുത്തിയായിരുന്നു യോഗങ്ങൾ. എന്നാൽ സുപ്രധാന തീരുമാനങ്ങളൊന്നും യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കേണ്ട ഹർജിയിൽ 12 ISL ക്യാപ്റ്റന്മാർ ഒപ്പുവച്ചിരുന്നു. അടുത്ത ആഴ്ച ഹർജി സമർപ്പിക്കാനിരിക്കെയാണ് ഇന്ന് യോഗം ചേരുന്നത്. അനിശ്ചിതത്വം തുടരുന്നതിൽ ടീമുകളുടെ മാനേജ്മെന്റും താരങ്ങളും ഏറെ ആശങ്കയിലാണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.